ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പഴമയുടെ ഒരു രുചിക്കൂട്ടാണ്. ഉള്ളി മൂപ്പിച്ച ചോറും തേങ്ങാ ചമ്മന്തിയും മുട്ട വറുത്തതും. കുത്തരി ചോറ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചോറ് നമ്മൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് ഉള്ളി മൂപ്പിച്ച ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു മൺചട്ടി ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള ആട്ടിയ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, അതും ടേസ്റ്റ് ആണ്. ഇപ്പോ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് ആണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ നെയ്യിൽ കിടന്ന് കുഞ്ഞുള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചെറിയൊരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി കൂടി പോവാനും പാടില്ല. ഇനി ഉള്ളിയിലേക്കും ചോറിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇപ്പൊ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ചോറ് ചേർക്കാം. ഞാനിവിടെ പുഴുങ്ങലരി ചോറാണ് ചേർത്തിരിക്കുന്നത്. ഇത് തന്നെ ചേർക്കാൻ നോക്കുക, ഇതാണ് ടേസ്റ്റ്. നമ്മൾ ഒരിക്കലും ബാസ്മതി റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ അങ്ങനെയുള്ളതൊന്നും ചേർക്കാൻ പാടില്ല. ഇതുപോലെ മട്ട റൈസ് തന്നെ ചേർക്കാൻ നോക്കുക. ഇനി ഈ ചോറും ഉള്ളിയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളി മൂപ്പിച്ച ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ചോറിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള തേങ്ങ ചമ്മന്തി കൂടി ഉണ്ടാക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 കുഞ്ഞുള്ളി ചേർക്കാം. ഒരു വറ്റൽ മുളക് നന്നായി ഒന്ന് ചുട്ടെടുത്തതാണ്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഒരു പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇഞ്ചി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ചമ്മന്തിയിലേക്കുള്ള പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾക്ക് നല്ല തരിതരിപ്പായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞു പോവരുത്. തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും, 1 സ്പൂൺ തേങ്ങ ചിരവിയതും. മുട്ട ഓംലെറ്റിലേക്ക് ഞാൻ എപ്പോഴും കുറച്ച് തേങ്ങ ചിരവിയത് കൂടെ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓംലെറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായ ദോശക്കല്ലിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായി വെന്തതിന് ശേഷം നമ്മൾക്ക് കല്ലിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉള്ളി മൂപ്പിച്ച ചോറും
തേങ്ങാ ചമ്മന്തിയും മുട്ട ഓംലെറ്റും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.